ഹായ് ഫ്രണ്ട്സ്, ആചാര്യ അക്കാഡമിയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് HSA മാത്തമാറ്റിക്സിനും സെറ്റ് മാത്തമാറ്റിക്സിനും ഒരുപോലെ ഉപകാരപ്പെടുന്ന ഒരു ക്ലാസ് ആണ്. കാൽക്കുലസ് എന്ന മോഡ്യൂളിന്റെ അണ്ടറിൽ വരുന്ന ലിമിറ്റ്സ് എന്ന ടോപ്പിക്കാണ്. അതിൽ തന്നെ എൽ ഹോസ്പിറ്റൽ റൂള് എന്ന് പറയുന്ന ഒരു കുഞ്ഞു ടോപ്പിക്കാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആചാര്യ അക്കാഡമിയിലെ സെറ്റ്, കേട്ടറ്റ്, HSA മാത്തമാറ്റിക്സ് എന്നീ കോഴ്സുകളുടെ എല്ലാം പുതിയ ബാച്ചുകൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ക്ലാസ്സിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് വഴി കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വളരെ കുറഞ്ഞ ഫീസിൽ എക്സാം കഴിയുന്നവരെ സിലബസ് അനുസരിച്ചുള്ള എല്ലാ ക്ലാസ്സുകളുടെയും വീഡിയോ ക്ലാസ്സസ്, അതുപോലെ മെറ്റീരിയൽസ്, ടോപ്പിക് വൈസ് ടെസ്റ്റുകൾ എന്നിവയെല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് വഴി കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. ആദ്യം എന്താണ് എൽ ഹോസ്പിറ്റൽ റൂൾ എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഇവാലുവേറ്റ് ഇൻഡിറ്റർമിനേറ്റ് ലിമിറ്റ്സ്. ഓക്കെ, അതായത് ഇൻഡിറ്റർമിനൻ്റ് ലിമിറ്റ്സ് ഒക്കെ ഫൈൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, ഇവാലുവേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ട്രിക്കി മെത്തേഡാണ് എൽ ഹോസ്പിറ്റൽ റൂൾ എന്ന് പറയുന്നത്. എന്താണ് ഇൻഡിറ്റർമിനൻ്റ് ഫോംസ് എന്ന് പറയുന്നത്? ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി, അല്ലെങ്കിൽ 0 റേസ് ടു 0, ഇൻഫിനിറ്റി റേസ് ടു 0, 1 റേസ് ടു ഇൻഫിനിറ്റി, 0 ഇൻറ്റു ഇൻഫിനിറ്റി, ഇങ്ങനെയുള്ള വാല്യൂസ് ആണ് നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത്, ഡയറക്റ്റ് ലിമിറ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലുള്ള വാല്യൂസ് ഒക്കെയാണ് കിട്ടുന്നതെങ്കിൽ അതിനെയാണ് ഇൻഡിറ്റർമിനൻ്റ് ലിമിറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള കേസിൽ എൽ ഹോസ്പിറ്റൽ റൂൾ യൂസ് ചെയ്തിട്ട് നമുക്ക് ഈസി ആയിട്ട് ലിമിറ്റ് ഫൈൻഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, എൽ ഹോസ്പിറ്റൽ റൂൾ ഇങ്ങനെയാണ്. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ജി ഓഫ് എക്സ് ഒരു ഇൻഡിറ്റർമിനൻ്റ് ഫോംസ് ആണ് വരുന്നതെങ്കിൽ അതിന് നമുക്ക് എന്ത് ചെയ്യാം? ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എഫ് ഡാഷ് എക്സ് ഡിവൈഡഡ് ബൈ ജി ഡാഷ് ഓഫ് എക്സ് എന്ന് എഴുതാം. അതായത് ന്യൂമറേറ്ററിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുന്നു, ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് എടുക്കാം, എന്നിട്ട് അതിനുശേഷം എന്ത് ചെയ്യാം? ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ഓക്കെ, എഗെയിൻ വീണ്ടും ഇൻഡിറ്റർമിനൻ്റ് ഫോംസ് ആണ് വരുന്നതെങ്കിൽ ഇനിയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എൽ ഹോസ്പിറ്റൽ റൂള് വീണ്ടും അപ്ലൈ ചെയ്യാൻ പറ്റും. അതായത് ന്യൂമറേറ്ററിൻ്റെയും ഡിനോമിനേറ്ററിൻ്റെയും വീണ്ടും ഡെറിവേറ്റീവ് എടുത്തതിന് ശേഷം ദെൻ ലിമിറ്റ് അപ്ലൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് എൽ ഹോസ്പിറ്റൽ റൂൾ എന്ന് പറയുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇൻഡിറ്റർമിനൻ്റ് ലിമിറ്റ്സ് ഒക്കെ ഇവാലുവേറ്റ് ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് എൽ ഹോസ്പിറ്റൽ റൂൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിനി കൂടുതൽ എക്സാമ്പിൾസ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ലിമിറ്റ് എക്സ് ടെൻസ് ടു -2 എക്സ് പ്ലസ് 2 ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് 3x പ്ലസ് 2ൻ്റെ വില എന്ത്? ഓക്കെ, അപ്പോൾ ഈ ഒരു ലിമിറ്റ് എങ്ങനെയാണ് ഫൈൻഡ് ചെയ്യുന്നത് നോക്കാം. ഡയറക്റ്റ് ലിമിറ്റ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? ഡയറക്റ്റ് -2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, എക്സിന് പകരം -2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എക്സിന് -2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ന്യൂമറേറ്ററിൽ -2 പ്ലസ് 2, ന്യൂമറേറ്റർ 0 കിട്ടും. ഡിനോമിനേറ്ററിലാണെങ്കിലോ -2 സ്ക്വയർ ദാറ്റ് ഈസ് 4 വരും. പിന്നെ 3 ഇൻറ്റു -2 -6 വരും, പ്ലസ് 2, ഡിനോമിനേറ്ററും 0 വരും. ഓക്കെ, ഡയറക്റ്റ് ലിമിറ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് 0/0 ഫോർമാറ്റാണ് വരുന്നത്. അതായത് ഇൻഡിറ്റർമിനൻ്റ് ഫോംസ് ആണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിന് നമുക്ക് എന്ത് ചെയ്യാം? എൽ ഹോസ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ന്യൂമറേറ്ററിൻ്റെ ഡെറിവേറ്റീവ് എടുക്കാം. എക്സ് പ്ലസ് 2ൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 വരും. നെക്സ്റ്റ് 2 എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്, അതിൻ്റെ ഡെറിവേറ്റീവ് 0. ഓക്കെ, അപ്പോൾ ന്യൂമറേറ്റർ 1 കിട്ടി. ഇനി ഡിനോമിനേറ്ററിൽ എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x കിട്ടും. 3xൻ്റെ ഡെറിവേറ്റീവ് 3 ആണ്, 2 കോൺസ്റ്റൻ്റ് ആണ്, അതിൻ്റെ ഡെറിവേറ്റീവ് 0. ഓക്കെ, അങ്ങനെ നമുക്ക് ലിമിറ്റ് എക്സ് ടെൻസ് ടു -2 എക്സ് പ്ലസ് 2 ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് 3x പ്ലസ് 2നെ എങ്ങനെ എഴുതാം? ലിമിറ്റ് എക്സ് ടെൻസ് ടു -2 1 ഡിവൈഡഡ് ബൈ 2x പ്ലസ് 3 എന്ന് എഴുതാം. ഓക്കെ, എൽ ഹോസ്പിറ്റൽ റൂള് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്. ഇനി നമുക്ക് ഡയറക്റ്റ് ലിമിറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എക്സിന് പകരം -2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ 1 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു -2 പ്ലസ് 3, അതായത് ഡിനോമിനേറ്ററിൽ 1 ഡിവൈഡഡ് ബൈ -4 പ്ലസ് 3 എന്ന് കിട്ടും. -1 എന്നാണ് ഫൈനൽ ആൻസർ വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ലിമിറ്റിൻ്റെ വാല്യൂ ലിമിറ്റ് എക്സ് ടെൻസ് ടു -2 എക്സ് പ്ലസ് 2 ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് 3x പ്ലസ് 2ൻ്റെ വാല്യൂ -1 എന്നാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കടക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 1 മൈനസ് കോസ് 4x ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയറിൻ്റെ വില എന്ത്? അപ്പോൾ ഇതൊരു പ്രീവിയസ് HSA ക്വസ്റ്റ്യൻ ആണ്. ഇതെങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് നോക്കാം. ആദ്യം ഡയറക്റ്റ് ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ഡയറക്റ്റ് ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് നോക്കൂ. എക്സ് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എക്സിന് 0 കൊടുക്കുന്ന സമയത്ത് കോസ് 4xൻ്റെ വാല്യൂ, അതായത് കോസ് 0ൻ്റെ വാല്യൂ 1 ആണ്. അങ്ങനെ ന്യൂമറേറ്ററിൽ 1 - 1 0 വരും. ഡിനോമിനേറ്ററിൽ എക്സിന് 0 കൊടുക്കുന്നു, അപ്പോൾ ഡിനോമിനേറ്ററും 0 വരും. ഇപ്പോൾ നമുക്ക് 0/0 ഫോർമാറ്റ് ആണ് വന്നിരിക്കുന്നത്. ദാറ്റ് ഈസ് ഇൻഡിറ്റർമിനൻ്റ് ഫോമാണ്.
ദെൻ അങ്ങനെയാണെങ്കിൽ LH റൂൾ അപ്ലൈ ചെയ്യാം. LH റൂൾ അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണ്? ന്യൂമറേറ്ററിലുള്ള ടേമിൻ്റെ ഡെറിവേറ്റീവ് എടുക്കാം. ഓക്കെ, ന്യൂമറേറ്ററിൽ 1 മൈനസ് കോസ് 4x ആണ്. അതിൽ 1ൻ്റെ ഡെറിവേറ്റീവ് 0 വരും. കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ് ആണ്. പക്ഷെ ഇവിടെ ഓൾറെഡി ഒരു മൈനസ് ഉള്ളത് കൊണ്ട് മൈനസും കൂടി ചേർന്നിട്ട് പ്ലസ് ആകും. ഓക്കെ, കോസ് 4xൻ്റെ ഡെറിവേറ്റീവ് അപ്പോൾ സൈൻ 4x. ഇവിടെ എക്സ് അല്ല, പകരം 4x ആണ്. അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് എന്ത് വരും? 4 വരും. ഓക്കെ, അങ്ങനെ 4 സൈൻ 4x എന്ന് കിട്ടും ന്യൂമറേറ്ററിൽ. ഡിനോമിനേറ്ററിൽ x² ആണ്, അതിൻ്റെ ഡെറിവേറ്റീവ് 2x. ഓക്കെ, അങ്ങനെ നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് ഈ ഒരു ടേമാണ്. ഇതിൽ വേണമെങ്കിൽ 4ഉം 2ഉം ക്യാൻസൽ ചെയ്യാം. സൈൻ 4x ഡിവൈഡഡ് ബൈ എക്സ്. ഓക്കെ, എഗെയിൻ ലിമിറ്റ് അപ്ലൈ ചെയ്യാണ്. സൈൻ 0ൻ്റെ വാല്യൂ 0 വരും, ഡിനോമിനേറ്ററിലും 0. എഗെയിൻ 0/0 ഫോർമാറ്റ് ആണ്, ദാറ്റ് ഈസ് ഇൻഡിറ്റർമിനേറ്റ് ഫോമാണ് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം? LH റൂൾ അപ്ലൈ ചെയ്യാം. ന്യൂമറേറ്ററിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുന്നു. ഇവിടെ 4 ഉണ്ട്, 4 അങ്ങനെ തന്നെ എഴുതുന്നു. സൈൻ 4xൻ്റെ ഡെറിവേറ്റീവ് കോസ് 4x ഇൻറ്റു 4 വരും. ഡിനോമിനേറ്ററിലാണെങ്കിൽ 2xൻ്റെ ഡെറിവേറ്റീവ് 2 എന്നാണ് കേട്ടോ. ഇവിടെ x എന്നാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. 2 എന്നാണ് ഡിനോമിനേറ്ററിൽ വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്ത് നോക്കാം. കോസ് 0 എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ ടേം 1 ആയി പോകും. ദെൻ ബാലൻസ് വരുന്നത് 16 ഡിവൈഡഡ് ബൈ 2 എന്നാണ്, ദാറ്റ് ഈസ് 8 എന്നാണ് നമുക്ക് ഫൈനൽ ആൻസർ കിട്ടുന്നത്. ഓക്കെ, ലിമിറ്റ് x ടെൻസ് ടു 0, 1 മൈനസ് കോസ് 4x ഡിവൈഡഡ് ബൈ x² ഈക്വൽ ടു 8 എന്ന് കിട്ടും. ക്ലിയർ ആയല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ലിമിറ്റ് x ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി x e⁻x വില എന്ത്? ഓക്കെ, ഇതെങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് നോക്കാം. ആദ്യം നമുക്ക് ഡയറക്റ്റ് ലിമിറ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. എക്സിന് മൈനസ് ഇൻഫിനിറ്റി വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ മൈനസ് ഇൻഫിനിറ്റി ഇൻറ്റു e⁻∞, ദാറ്റ് ഈസ് ഇൻഫിനിറ്റി ഇൻറ്റു 0 എന്ന ഫോർമാറ്റ് ആണ്, ഇൻഡിറ്റർമിനേറ്റ് ഫോമാണ് കിട്ടുന്നത്. ഓക്കെ, ദെൻ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതിൽ LH റൂൾ അപ്ലൈ ചെയ്യാം. LH റൂൾ അപ്ലൈ ചെയ്യണമെങ്കിൽ f(x/g(x) എന്ന ഫോർമാറ്റിലോട്ട് മാറ്റണം ഈ ഫംഗ്ഷന്. അതായത് x e⁻x നമുക്ക് എങ്ങനെ അതിലോട്ട് മാറ്റാം? ന്യൂമറേറ്ററിൽ എക്സും ഡിനോമിനേറ്ററിൽ e⁻x ഡിനോമിനേറ്ററിലോട്ട് കൊണ്ടുവന്നപ്പോൾ e⁻x എന്നായി മാറും. അതായത് ലിമിറ്റ് x ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി x/e⁻x എന്നായി. ഇപ്പോൾ നമുക്ക് ഏത് ഫോർമാറ്റിലാണ്? f(x/g(x) എന്ന ഫോർമാറ്റിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് LH റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ ന്യൂമറേറ്ററിൻ്റെ ഡെറിവേറ്റീവ് എടുക്കാം. എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 കിട്ടും. e⁻⁻xൻ്റെ ഡെറിവേറ്റീവ് എന്താ? e⁻⁻x തന്നെയാണ്, ഇൻറ്റു -xൻ്റെ ഡെറിവേറ്റീവ് -1. അങ്ങനെ നമുക്ക് ഡിനോമിനേറ്ററിൽ മൈനസ് e⁻⁻x എന്നാണ് കിട്ടിയിരിക്കുന്നത്. ക്ലിയർ ആണല്ലോ? e⁻xൻ്റെ ഡെറിവേറ്റീവും ഇൻ്റഗ്രലും എല്ലാം എന്ത് തന്നെയാണ്? e⁻x തന്നെയാണ്. അപ്പോൾ e⁻x എന്ന് പറയുമ്പോൾ e⁻x അതുകൂടാതെ -xൻ്റെ ഡെറിവേറ്റീവ് ആയ -1ഉം, അങ്ങനെയാണ് -e⁻x എന്ന് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യാം. എക്സിന് ഇൻഫിനിറ്റി കൊടുക്കുന്നു. അപ്പോൾ കിട്ടുന്നത് എന്താ? 1 ഡിവൈഡഡ് ബൈ -e⁻⁻⁻⁰. ഇവിടെ മൈനസും കൂടി ചേർന്ന് പ്ലസ് ഇൻഫിനിറ്റി എന്നാകും. e⁻∞ വാല്യൂ നോക്കൂ. e⁻∞ വാല്യൂ ഇൻഫിനിറ്റിയും e⁻⁻∞ ആണെങ്കിൽ എന്ത് വരും? 0യും അവിടെ വരുന്നത്. ഓക്കെ, e⁻∞ e⁻⁻∞ ആണെങ്കിൽ 0. ഓക്കെ, ഇവിടെ നോക്കൂ, മൈനസ് e⁻∞ ആണ്. e⁻∞ വാല്യൂ ഇൻഫിനിറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1/∞ വരും, ദാറ്റ് ഈസ് 0 എന്നാണ് നമുക്കിവിടെ ഫൈനൽ ആൻസർ കിട്ടുന്നത്. ഓക്കെ, ലിമിറ്റ് x ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി x e⁻⁻x വാല്യൂ 0 എന്ന് കിട്ടിയിട്ടുണ്ട്. ക്ലിയർ ആയല്ലോ? ഇനി അടുത്ത ചോദ്യം നോക്കാം. ലിമിറ്റ് x ടെൻസ് ടു 0 സൈൻ 2x ഡിവൈഡഡ് ബൈ √5x, അതിൻ്റെ വില എന്ത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതെങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് നോക്കാം. ആദ്യം ഡയറക്റ്റ് ഒന്ന് ലിമിറ്റ് അപ്ലൈ ചെയ്ത് നോക്കാം. ലിമിറ്റ് x ടെൻസ് ടു 0 സൈൻ 2x ബൈ √5x, അതിൽ കോൺസ്റ്റൻറ്റ് ടേമാണ് 1/√5x എന്ന് പറയുന്നത്. അത് ആദ്യം എഴുതുന്നു. ദെൻ ലിമിറ്റ് x ടെൻസ് ടു 0 സൈൻ 2x ബൈ √x എന്നായി മാറും. ഇതിൽ നമുക്ക് ഡയറക്റ്റ് ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ സൈൻ 0 ആണ്. സോ 0/0 ഫോർമാറ്റ് കിട്ടും, ദാറ്റ് ഈസ് ഇൻഡിറ്റർമിനേറ്റ് ഫോമാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ LH റൂൾ പ്രകാരം ന്യൂമറേറ്ററിൻ്റെയും ഡിനോമിനേറ്ററിൻ്റെയും ഡെറിവേറ്റീവ് എടുക്കാം. സൈൻ 2xൻ്റെ ഡെറിവേറ്റീവ് എന്താ വരുന്നത്? കോസ് 2x ഒരു 2ഉം അല്ലേ, കോസ് 2x ഇൻറ്റു 2, ദാറ്റ് ഈസ് 2 കോസ് 2x എന്ന് എഴുതാം. ഡിനോമിനേറ്ററിൽ √xൻ്റെ ഡെറിവേറ്റീവ് 1/2√x ആണ്. ഓക്കെ, ഡിനോമിനേറ്ററിൻ്റെ അല്ലെങ്കിൽ √xൻ്റെ ഡെറിവേറ്റീവ് എന്തായിരുന്നു? 1/2√x ആണ്. അങ്ങനെ ഡിനോമിനേറ്ററിൽ 1/2√x കൊടുക്കുന്നു. ഇനി ഇതിന് നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് റീ അറേഞ്ച് ചെയ്ത് എഴുതാം. ഇതിൽ 1/2 ഡിനോമിനേറ്ററിലല്ലേ, അത് മുകളിലോട്ട് പോകുമ്പോൾ 2 × 2 4 ആയിട്ട് മാറും. പിന്നെ ഈ √x
1/√x ആണ്. ഡിനോമിനേറ്ററിൽ 1/√x ആണ്. അത് മുകളിലോട്ട് പോകുമ്പോൾ എന്തായി മാറി? ഈ 2√x എന്നുള്ളത് ന്യൂമറേറ്ററിലോട്ട് എത്തും. അങ്ങനെ 2 ഉം 2 കൂടി ചേർന്ന് 4ഉം പിന്നെ √x, ദെൻ ന്യൂമറേറ്ററിലുള്ള cos 2x. ഓക്കെ, ഇതിൽ കോൺസ്റ്റന്റ് ടേമായ 4√5 ആദ്യം എഴുതുന്നു. ദെൻ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0. ബാലൻസ് വരുന്ന ടേം √x cos 2x എന്നാണ്. ലിമിറ്റ് അപ്ലൈ ചെയ്യാം. എക്സിന് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇത് √0 എന്ന് പറഞ്ഞാൽ എന്താണ്? 0 ആണ്. cos 0 1 ആണ്. പക്ഷെ ഇവിടെ 0 വരുന്നതുകൊണ്ട് ഈ ടേം മൊത്തം 0 ആയി പോകും. അങ്ങനെ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് നമുക്ക് 0 എന്നാണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 tan x - x ഡിവൈഡഡ് ബൈ x³ വില എന്ത്? ഓക്കെ, ഇതെങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് നോക്കാം. ആദ്യം ഡയറക്റ്റ് ലിമിറ്റ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ tan 0ൻ്റെ വാല്യൂ എന്താ? 0 ആണ്. ഓക്കെ, പിന്നെ 0 - 0 ന്യൂമറേറ്ററിൽ 0 വരും, ഡിനോമിനേറ്ററിലും 0, 0/0 ഫോമാറ്റാണ്. ദാറ്റ് ഈസ് ഇൻഡിറ്റർമിനേറ്റ് ഫോം വന്നു. ദെൻ ഇതിന് LH റൂൾ അപ്ലൈ ചെയ്യാം. LH റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ ന്യൂമറേറ്ററിൻ്റെ ഡെറിവേറ്റീവ് എടുക്കാം. tan xൻ്റെ ഡെറിവേറ്റീവ് sec² x ആണ്. ഓക്കെ, tan xൻ്റെ ഡെറിവേറ്റീവ് sec² x, എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്. അങ്ങനെ ന്യൂമറേറ്ററിൽ sec² x - 1 എന്ന് വരും. ഡിനോമിനേറ്ററിലാണെങ്കിൽ x³ ഡെറിവേറ്റീവ് 3x² ആണ് വരുന്നത്. ഓക്കെ, ഡിനോമിനേറ്ററിൽ x³ ഡെറിവേറ്റീവ് 3x² കിട്ടും. ഇനി നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്ത് നോക്കാം. sec0ൻ്റെ വാല്യൂ 1 ആണ്. 1 - 1 0 വരും ന്യൂമറേറ്ററിൽ, ഡിനോമിനേറ്ററിലും 0. അപ്പോൾ എഗെയിൻ 0/0 ഫോർമാറ്റ്, ദാറ്റ് ഈസ് ഇൻഡിറ്റർമിനേറ്റ് ഫോമാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ വീണ്ടും നമുക്ക് LH റൂൾ അപ്ലൈ ചെയ്യാം. അതനുസരിച്ച് ന്യൂമറേറ്ററിലുള്ള ടേമിൻ്റെയും ഡിനോമിനേറ്ററിലുള്ള ടേമിൻ്റെയും ഡെറിവേറ്റീവ് എടുത്തതിന് ശേഷം ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ന്യൂമറേറ്ററിൽ sec² xൻ്റെ ഡെറിവേറ്റീവ് എന്ത് വരും? x² ഡെറിവേറ്റീവ് എന്താ? 2x അല്ലേ? അതുപോലെ sec² xൻ്റെ ഡെറിവേറ്റീവ് 2 sec x വരും. പിന്നെ sec xൻ്റെ ഡെറിവേറ്റീവ് sec x tan x ആണ്. അതുകൂടി ചേർന്നിട്ടാണ് ഇങ്ങനെ ഒരു ടേം നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതായത് 2 sec² x tan x എന്ന് ന്യൂമറേറ്ററിൽ വരും. പിന്നെ -1 കോൺസ്റ്റന്റ് ആയതുകൊണ്ട് അതിൻ്റെ ഡെറിവേറ്റീവ് 0 ആണ് വരുന്നത്. ദെൻ ഡിനോമിനേറ്ററിൽ 3x² ആണ്. അത് 2 × 3x എന്നാകും. ദാറ്റ് ഈസ് 6x എന്ന് കിട്ടും. ഇത്രയും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി ചെയ്യാനുള്ളത് ഇതിന് നമുക്ക് 2 സെപ്പറേറ്റ് ഫംഗ്ഷൻസ് ആക്കി മാറ്റുകയാണ്. അതായത് ലിമിറ്റ്സിൻ്റെ ഓൾജിബ്ര പഠിച്ചിട്ടുണ്ടാകും. 2 ഫംഗ്ഷൻസിൻ്റെ സമ്മിന് ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 2 ഫംഗ്ഷൻസിൻ്റെ ഡിഫറൻസ്, പ്രോഡക്റ്റ്, കോഷ്യൻ്റ്, ഇതിനെയെല്ലാം ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? സെപ്പറേറ്റ് ഈ ഓരോ ഫംഗ്ഷൻ്റെയും ലിമിറ്റ് ഫൈൻഡ് ചെയ്തതിന് ശേഷം അഡീഷനോ സബ്ട്രാക്ഷനോ അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷനോ ഡിവിഷനോ എന്താണ് അവിടുത്തെ ഓപ്പറേഷൻ അത് ചെയ്യാം. ഓക്കെ, അതേപോലെ ഇവിടെ ഈ ടേമിൽ നമുക്ക് 2 ഫംഗ്ഷൻസിനെ സെപ്പറേറ്റ് ചെയ്യാണ്. ഒന്ന് sec² x ഉം അടുത്തത് tan x/x ഉം. ഓക്കെ, നമ്മൾ കുറേ ലിമിറ്റുകൾ ബൈഹാർട്ട് പഠിക്കും. അതായത് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 sin x/x. ഓക്കെ, sin x/x എന്താണ്? sin x/x 1 ആണ്. അതുപോലെ tan x/x എന്ന് എന്താണ്? അതും 1 തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇത് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 sec² x എന്ന ഒരു ടേമും അടുത്ത ടേം ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 tan x/x എന്നാക്കി മാറ്റി. ഇതിനെ കൺവേർട്ട് ചെയ്തിട്ടുള്ളതാണ് 1/3. എങ്ങനെയാണ് വന്നിട്ടുള്ളത്? ഈ 2/6 ഉണ്ടല്ലോ, അതാണ് ഇവിടെ 1/3 വന്നിരിക്കുന്നത്. പിന്നെ ബാലൻസ് ഈ ഫംഗ്ഷനെയാണ് 2 ഫംഗ്ഷൻസ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ sec² x എന്ന് പറയുമ്പോൾ sec0 1 ആയതുകൊണ്ട് തന്നെ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 sec² x എന്നുള്ളത് എന്തായി പോകും? ആ ടേം മൊത്തം 1 ആകും. പിന്നെ ബാലൻസ് വരുന്നത് ഈ ഒരു ടേമാണ്. ഇത് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 tan x/x. ഇത് 1 ആണ്. പക്ഷേ നമ്മൾ എന്ത് ചെയ്യുന്നു? വീണ്ടും അത് LH റൂൾ യൂസ് ചെയ്തിട്ട് സോൾവ് ചെയ്തിട്ടുള്ളതാണ്. ഇത് 1/3 ഇങ്ങനെ തന്നെ എഴുതുന്നു. എഗെയിൻ LH റൂൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ന്യൂമറേറ്ററിൻ്റെ ഡെറിവേറ്റീവ് tan xൻ്റെ ഡെറിവേറ്റീവ് sec² x ഉം എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 വരും. ദെൻ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഈ ടേം എന്ത് കിട്ടും? 1 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇതൊന്ന് പഠിച്ചു വയ്ക്കുക. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 tan x/x എന്നുള്ളത് എന്താണ്? 1 ആണ്. അതിൽ sin x/x ഉം എന്താ? 1 ആണ് കേട്ടോ. അത് പഠിച്ചു വയ്ക്കുക. ഇവിടെ അതെങ്ങനെ കിട്ടിയിട്ടുള്ളത്? LH റൂൾ അപ്ലൈ ചെയ്തിട്ടാണ് കിട്ടിയിരിക്കുന്നത്. അതുകൂടെ ഒന്ന് ഓർത്ത് വെക്കുക. 1/3 കോൺസ്റ്റന്റ് ഉണ്ട്. അങ്ങനെ നമുക്ക് ഫൈനലി 1/3 എന്നാണ് ആൻസർ വരുന്നത്. ഓക്കെ, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 tan x - x ഡിവൈഡഡ് ബൈ x³ വാല്യൂ 1/3 എന്ന് കിട്ടും. ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സിൽ. നമ്മൾ ചെറിയൊരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ലിമിറ്റ്സിൽ വരുന്ന എൽ ഹോസ്പിറ്റൽ റൂൾ എന്നൊരു ട്രിക്കി മെത്തേഡാണ്. അതായത് ഇൻഡിറ്റർമിനേറ്റ് ഫോംസ് ആണ് വരുന്നതെങ്കിൽ അതിൻ്റെ ലിമിറ്റ്സ് ഫൈൻഡ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് എൽ ഹോസ്പിറ്റൽ റൂൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. പിന്നെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.